ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓൾ റൈറ്റ്. അതിന് മുന്നേ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. മിസ് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ആരാണ്? ഹൂ ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? സോ പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്തുകോ. നമ്മൾ ഇതിന്റെ ആൻസർ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് പറയുന്നതാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓൾ റൈറ്റ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ തുടങ്ങുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ചിട്ടാണ്. എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി? ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1808 പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. സോ ആറ്റത്തെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആ തിയറി എന്തുവാന്ന് നമുക്ക് വൺ ബൈ വൺ നോക്കിയാലോ? പോയിന്റ് ബൈ പോയിന്റ് നോക്കിയാലോ? യെസ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഓൾ മാറ്റർ ഇസ് മെയ്ഡ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിട്ടുള്ളത് വെരി ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ് എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. എന്താണ്? ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ വിച്ച് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ആറ്റത്തെ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാക്കുവാനോ ഉള്ളതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, atoms of a given element are identical in mass and chemical properties. ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ആറ്റംസും സിമിലർ ആയിരിക്കും, സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും, സിമിലർ മാസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗോൾഡ് എടുക്കുകയാണ് അല്ലെങ്കിൽ സിൽവർ എടുക്കുകയാണ്. ഗോൾഡിലുള്ള എല്ലാ എലമെന്റ്സും സിമിലർ ആണല്ലോ, എല്ലാ മാസും സിമിലർ ആണല്ലോ. അതുപോലെ തന്നെ സിൽവർ എടുക്കുകയാണ്, സിൽവറിലുള്ള എല്ലാ ആറ്റംസും സിൽവർ ആറ്റംസ് ആണല്ലോ, എല്ലാവരും സിമിലർ ആണ്, സിമിലർ മാസ് ആണ്, സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത നോക്കിക്കേ, atoms of different elements have different masses and chemical properties. ഇനി ഗോൾഡും സിൽവറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും രണ്ടാണ്. ഗോൾഡ് പോലെയല്ല സിൽവർ, സിൽവർ പോലെയല്ല ഗോൾഡ്. ഓക്കെ, സോ രണ്ടിനും എന്താണ്? ഡിഫറെന്റ് മാസും ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ്. അടുത്തത്, ആറ്റംസ് കമ്പൈൻ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പേഴ്സ് ടു ഫോം കോമ്പൗണ്ട്സ്. അതായത് ആറ്റംസ് ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ടുകൾ കിട്ടുന്നത്. അതായത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും 2:1 എന്നുള്ള റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് H2O കിട്ടുന്നത്. ഒരു കാർബണും 2 ഓക്സിജനും 1:2 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്, അല്ലേ? സോ ആറ്റംസ് ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ പോലെയുള്ള കോമ്പൗണ്ടുകൾ കിട്ടുന്നത് എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്. അടുത്ത് നോക്കിക്കേ, ദ റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റന്റ് ഇൻ എ ഗിവൻ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ എടുക്കുകയാണ്, നമ്മൾ കിണറിന് എടുത്തു കഴിഞ്ഞാലും പുഴയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഒക്കെ എന്താണ്? അത് വാട്ടർ ആണ്, H2O ആണ്. അതിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും തന്നെയാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞാലോ നമുക്ക്? എല്ലാ മാറ്ററും ഉണ്ടാക്കിയിട്ടുള്ളത് വെരി ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ്. ഇനി ആറ്റംസ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് ഉണ്ടാക്കാനോ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു ഗിവൻ എലമെന്റിന്റെ ആറ്റംസിന് എല്ലാത്തിനും സിമിലർ മാസും സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കുകയാണെങ്കിലോ അതിന് ഡിഫറെന്റ് മാസും ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്നാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ആറ്റംസ് ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ടുകൾ കിട്ടുന്നത് എന്നും പറഞ്ഞു. ആൻഡ് ഈ കോമ്പൗണ്ടുകളുള്ള നമ്പർ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അത് നമ്മൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ് അതെന്തായിരിക്കും? സിമിലർ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും ഒരു കോമ്പൗണ്ടിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറഞ്ഞത്. ഇനി എല്ലാ കാര്യങ്ങളും ശരിയാണോ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് എന്ന് തന്നെയായിരുന്നു നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ആണ്, അല്ലെ? സോ അങ്ങനെ ഡെവലപ്പായി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഡാൾട്ടൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയല്ല, കുറച്ച് കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ കാര്യങ്ങളാണ് തെറ്റുള്ളത്? യെസ്, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞു. തെറ്റാണ്, അല്ലെ? ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് പ്രോട്ടോൺ, അതുപോലെ തന്നെ ന്യൂട്രോൺ, ഇലക്ട്രോൺ പോലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആറ്റം ഈസ് ഡിവിസിബിൾ. ആക്ച്വലി ഇതിനകത്ത് വേറെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ആറ്റം ഒരു ഇൻഡിവിസിബിൾ ആണ് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആറ്റത്തിലെ എല്ലാ എലമെന്റുകൾക്കും സെയിം മാസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ് എന്നാണ്
ഡാൾട്ടൺ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഐസോടോപ്പുകളെ കണ്ടുപിടിച്ചു അല്ലെ. ഐസോടോപ്പുകൾ എന്താടാ? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള ആളുകളാണ് അല്ലെ. സോ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഒരേ എലമെന്റിൽ തന്നെ ഡിഫറെന്റ് മാസുകൾ പോസിബിൾ ആണ്. കാർബൺ 12, കാർബൺ 13 ഒക്കെ എന്താണ്? ഐസോടോപ്പുകളാണ് അല്ലെ. സോ അതോടെ അതും തെറ്റാണ് എന്ന് മനസ്സിലായി. ഇനി വേറൊരു കാര്യം ഡാൾട്ടൺ പറഞ്ഞത് എന്തായിരുന്നു? ഡിഫറെന്റ് എലമെന്റുകൾ ആണെങ്കിൽ അവർക്ക് ഡിഫറെന്റ് മാസും ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസും ആയി എന്ന്. പക്ഷേ അതും നമ്മൾ തെറ്റാന്ന് കണ്ടുപിടിച്ചു. എങ്ങനെ? ഐസോബാറുകളെ കണ്ടുപിടിച്ചതോടുകൂടി. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും. ഒരേ മാസ് നമ്പർ ഉള്ള ഡിഫറെന്റ് എലമെന്റുകളെയാണ് നമ്മൾ ഐസോബാറുകൾ എന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽഷ്യം രണ്ടുപേർക്കും സെയിം മാസ് ആണ്. 40 ആണ് രണ്ടുപേരുടെയും മാസ്. പക്ഷെ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകളല്ലേ. സോ ഡിഫറെന്റ് എലമെന്റുകൾക്ക് സെയിം മാസ് പോസിബിൾ ആണ് എന്നുള്ളത് ഐസോബാറുകൾ കണ്ടുപിടിച്ചതോടുകൂടി ക്ലിയർ ആയി. സോ ഇത്രയും കാര്യങ്ങളാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞതിൽ തെറ്റായിട്ടുള്ളത്. ഇതാണ് ഡ്രോബാക്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ആറ്റം എന്താണ്? ഒരു ആറ്റം നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. ഒരു മേസൺ ഇവിടെ എന്താണ് പണിതുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ പണിതാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് കിട്ടുന്നത്. ഇനി ഈ വലിയ ബിൽഡിങ്ങിന് ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? യെസ്, എക്സാക്ട്ലി. ഈ ചെറിയ ഇഷ്ടികകളോ കല്ലുകളോ ആണ് ഇതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് പറയുന്നത്. ഈ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൂട്ടി വെച്ചാണ് ഒരു വലിയ ബിൽഡിംഗ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതുപോലെ എന്താണ് ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാ, ആറ്റം എന്ന് പറയുന്നത് ഒരു മാറ്ററിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ മാറ്റർ ഇസ് കോൾഡ് ആറ്റംസ്. ഓക്കെ. ഇനി ഈ ആറ്റം എന്ന് പറയുന്നത് വലിയൊരു സാധനമാണോ? അല്ല. ആറ്റം ഈസ് വെരി മൈക്രോസ്കോപ്പിക് അല്ലെ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നേക്കഡ് ഐസ് വെച്ച് കാണാൻ പറ്റാത്ത വളരെ ചെറിയൊരു പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് കാണാനൊന്നും പറ്റില്ല. ബട്ട് ദേ ആർ എക്സിസ്റ്റ് അല്ലെ. സോ ആറ്റത്തിന് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പോലുള്ള ടെക്നിക്സ് ഒക്കെ വേണ്ടി വരും. ഇനി ഈ ആറ്റത്തിന് നമുക്ക് എങ്ങനെയാ മെഷർ ചെയ്യാൻ പറ്റുക? നമുക്ക് ആറ്റത്തിന്റെ റേഡിയസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് സെന്റിമീറ്ററിലോ മീറ്ററിലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊക്കെ വലിയ യൂണിറ്റ്സ് ആണ്. നമുക്ക് വളരെ ചെറിയ ആറ്റത്തിന് അളക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു യൂണിറ്റ് വേണം. അതാണ് നാനോമീറ്റർ. ഇനി നോക്കിക്കേ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁹ നാനോമീറ്റർ ആണ്. ഇനി 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. ഓൾറൈറ്റ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് മിസ് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ള. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു. ഡാൾട്ടൺസിന്റെ അറ്റോമിക് തിയറിയുടെ മെയിൻ ഡ്രോബാക്ക് പറഞ്ഞു. ഇനി ആറ്റത്തിനെ എങ്ങനെയാ മെഷർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. നാനോമീറ്റർ യൂസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഇനി മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യെസ്, ഹു ഈസ് ദ ഫസ്റ്റ് ചീഫ് who is the first female chief justice of India അല്ലെ. ആരായിരുന്നു ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ദ ആൻസർ ഈസ് ഫാത്തിമ ബീവി. ഓക്കെ, ഫാത്തിമ ബീവി ആണ് നമ്മുടെ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ്. ഓൾറൈറ്റ്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കും അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു എവരിവൺ.